പത്തനംതിട്ട തിരുവല്ല വേങ്ങലിലാണ് കാറിന് തീപിടിച്ച് 2 പേർ ദാരുണമായി മരണപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് തിരുവല്ലയ്ക്ക് സമീപം വേങ്ങൽ എന്ന സ്ഥലത്ത് വേങ്ങൽ പാടശേഖരമാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ റോഡിൻ്റെ ഇരുവശവും പാടശേഖരമാണ്. വേങ്ങൽ മുതൽ മുണ്ടിയാപ്പള്ളി വരെയാണ് ഈ റോഡ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും കേവലം 500 മീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡ് അവസാനിക്കുകയാണ്. അതായത് ഈ റോഡിൽ കൂടി സാധാരണ ഗതാഗതം ഇല്ല എന്ന് പറയാം. സാധാരണ വിനോദസഞ്ചാരികളും ഒപ്പം തന്നെ വൈകുന്നേരം സമയങ്ങളിൽ സമയം കളയാനുമൊക്കെയായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് കാറ് തീപിടിച്ച് 2 പേർ മരണപ്പെട്ടത്. ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇതറിഞ്ഞ ഉടൻ തന്നെ എത്തിയിരുന്നു. ഈ സ്ഥലത്ത് പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു. പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഒരു കാർ ഈ റോഡിൽ നിന്ന് കത്തുന്നതായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ കാറ് പൂർണ്ണമായും കത്തുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് തീ പൂർണ്ണമായും അണച്ചു. പക്ഷേ ഈ കാറിനുള്ളിലുണ്ടായിരുന്ന 2 പേരെ അവരെ പുറത്തേക്ക് എടുക്കാൻ ഫയർഫോഴ്സ് സംഘത്തിനോ പോലീസിനോ കഴിഞ്ഞിരുന്നില്ല. ഇവർ 2 പേരും കാറിനുള്ളിൽ വെന്ത് മരിക്കുകയാണ് ഉണ്ടായത്. ഈ കാറിൻ്റെ ഉടമ ആരാണ് എന്ന് സംബന്ധിച്ച് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇത് മരണപ്പെട്ടത് തിരുവല്ല തുകലശ്ശേരി സ്വദേശി രാജു തോമസ്, ഒപ്പം തന്നെ ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. വാർഡ് കൗൺസിലർ റീന ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ കാറ് കണ്ട് തിരിച്ചറിഞ്ഞു. രാജു തോമസിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കാറ്. RC ബുക്കിൽ ഉടമസ്ഥൻ എന്നുള്ളത് രാജു തോമസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ രാജു തോമസിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോയിരുന്നു. പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന ഈ 2 പേരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുകയും ഈ കൗൺസിലർ റീന ഇങ്ങോട്ടേക്ക് വരികയും കാർ കണ്ട് തിരിച്ചറിയുകയുമായിരുന്നു. ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് കാണിക്കാൻ പറ്റുന്നത്, അതായത് ഈ കാറിന് സമീപം ഈ കാറിൻ്റെ പുറകുവശം നമുക്ക് കാണാം. അതായത് വെള്ളത്തിനോട് ചേർന്ന്, അതായത് ഈ റോഡിൻ്റെ അരിക് എന്നുള്ളത് പാടശേഖരമാണ്. നമുക്ക് വെള്ളം കാണാൻ കഴിയും. അതിന് സമീപത്ത് തന്നെയാണ് കാറ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ വെച്ചാണ് കാറ് കത്തിക്കരിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഒരു സംശയമുണ്ടായിരുന്നത്, ഈ കാർ ഓട്ടത്തിനിടയിലാണോ തീപിടിച്ചത് അതോ നിർത്തിയിട്ട നിലയിലായിരുന്നോ എന്നുള്ളതാണ്. ഇതിന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു മറുപടി, അവർ പട്രോളിങ്ങിനിടെ കണ്ടത് പുക ഉയരുന്നത് ദൂരെ നിന്നും കണ്ടു. ഇത് പാടശേഖരമായതിനാൽ ദീർഘമായിട്ടുള്ള ദീർഘ ദൂരത്ത് നിന്ന് പോലും ഈ കാറിൻ്റെ മുകളിൽ കൂടി പുക പോകുന്നത് അവർ കണ്ടിരുന്നു. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോൾ കാർ ഇതേ രീതിയിൽ നിന്ന് കത്തുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. എന്താണ് ഈ കാർ കത്തിയതിന് കാരണം എന്നുള്ളത് അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന പോലീസ് ആരംഭിക്കും. ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയും ഇനി നടത്തേണ്ടതുണ്ട്. ഒപ്പം ഈ മരണപ്പെട്ടത് കൗൺസിലർ പറഞ്ഞതുപോലെ തുകലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജു തോമസ്, ഒപ്പം ഭാര്യ ലൈജി തോമസ്, ഇവർ തന്നെയാണോ മരണപ്പെട്ടതെന്ന് ഇനിയൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ഏതായാലും കാർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഈ കാറിൻ്റെ 4 ഡോറും അടഞ്ഞ നിലയിലാണ്. പെട്രോൾ ടാങ്കിൻ്റെ അടപ്പും അതും തുറന്ന നിലയിലാണ് കാണുന്നത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർ പറഞ്ഞത് 2 പേരുടെ പേരാണ്. അവർ തന്നെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. ഈ കാറിന്റെ RC ഓണർഷിപ്പ് നമ്മൾ എടുത്തിരുന്നു. RC ഓണർഷിപ്പ് പ്രകാരം ഈ 2 പേര് തന്നെ ഇപ്പോൾ നമ്മൾ ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴും രാജു തോമസ് ജോർജും റിജോ എന്ന് വിളിക്കും, ലൈജി തോമസ്. ഇപ്പോൾ ജോർജിന്റെ പേരിൽ തന്നെയാണ് ഇതിന്റെ RC ഓണർഷിപ്പ് ഉള്ളത്. വാഹനം തുകലശ്ശേരിക്കാരാണ്. അവരുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് നമ്മളിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിൻ്റെ ശാസ്ത്രീയ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം സീനി വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഫോറൻസിക് സർജൻ്റെ ഒപ്പീനിയനോട് മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും.
അല്ല, അതിന് സാധ്യത കാണിക്കുന്നത് നിലവിലെ നമ്മുടെ ഒരു അന്വേഷണവും അവരുടെ മൊഴിയൊക്കെ പ്രകാരം സൂയിസൈഡിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അത് കുറച്ചുകൂടെ അന്വേഷണത്തിന് ശേഷം, സാക്ഷിമൊഴികളുടെയും സയൻറ്റിഫിക് അന്വേഷണത്തിന് ശേഷം കൺക്ലൂസീവായിട്ട് പറയാം. നിലവിൽ ഈ ഒഴിഞ്ഞ പാടത്ത് വന്നത് ആ ഒരു പർപ്പസിന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. മകൻ്റെ മകനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നാണ് ഞങ്ങൾ നിലവിൽ അറിഞ്ഞത്. അപ്പോൾ ബാക്കി ബന്ധുക്കളുടെ മൊഴിയൊക്കെ എടുത്ത് വീട് സെർച്ച് ഒന്ന് ചെയ്യുന്നുണ്ട്, ബാക്കി നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വിഷ്വൽ പ്രകാരവും ഒരു സൂയിസൈഡിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കാരണത്തിലോട്ട് നമ്മൾ അന്വേഷണം പോകുന്നു. അത് ഫാമിലി ഇഷ്യൂ ആണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലായത്. 69ഉം 63ഉമാണ് നമ്മൾ നിലവിൽ ബന്ധുക്കൾ പറഞ്ഞത്. ഇവരുടെ ബാക്കി ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. തിരുവല്ല ഡിവൈഎസ്പി അഷാദാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണോ എന്ന് തങ്ങൾ സംശയിക്കുന്നു. കാരണം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് തിരുവല്ല ഡിവൈഎസ്പി പറഞ്ഞത്. നാം നേരത്തെ പറഞ്ഞ പേരുകൾ തന്നെയാണ് തിരുവല്ല ഡിവൈഎസ്പിയും ഇപ്പോൾ ആവർത്തിച്ചത്. ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ്, പാടശേഖരമാണ്. ഇവർ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്തേക്ക് വന്നതെന്ന് സംബന്ധിച്ച് അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കാർ കത്തിയത് സംബന്ധിച്ചാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. എന്നാലും ആ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. ഇനി സയന്റിഫിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ, പത്തനംതിട്ട.